ധർമ്മജൻ ബോൾഗാട്ടി നമുക്കൊപ്പം ചേരുന്നു. ധർമ്മജൻ, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് താരസംഘടന, താരങ്ങൾ, സിനിമ ഇൻഡസ്ട്രി ഒക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് തന്നെ രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ച്, ജനങ്ങളെ അഭിമുഖീകരിച്ച് കാര്യങ്ങൾ പറയണം, വ്യക്തമാക്കണം. അങ്ങനെ താങ്കൾക്ക് തോന്നുന്നില്ലേ? ജനത്തിന്റെ ഇടയിലുള്ള ഒരാളാണ്. ജനം എന്ന് പറയുന്ന കൂട്ടത്തിൽ പെട്ടൊരാളാണല്ലോ ഞാൻ. യെസ്, ഓക്കെ ധർമ്മജൻ, ഞാൻ ചോദിച്ചത് അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു ബാധ്യത ജനങ്ങളോട് താരസംഘടനയ്ക്ക് അടക്കം, പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കടക്കം ഉണ്ട് എന്ന് താങ്കൾ സ്വാഭാവികമായിട്ടും വിചാരിക്കുന്നുണ്ടാവുമല്ലോ, അല്ലേ? ഞാൻ പറയുന്നത്, നമ്മളുടെ താരസംഘടനയ്ക്ക് മാത്രമെതിരെ ഇത് പറയരുത്. ഇത് എല്ലാ തൊഴിലിടത്തും സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യമുണ്ട്. അത് വേണ്ടിയിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ഞങ്ങളുടെ മാത്രം പ്രശ്നം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഇതിലാരും, അമ്മയിലാരും ഞങ്ങളുടെ വേറെ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. എല്ലാ തൊഴിൽ മേഖലയിലും അതുണ്ടാകണം, അത് സംരക്ഷിക്കണം, അതിലൊന്നും ഒരു തർക്കമില്ല ധർമ്മജൻ. പക്ഷേ ഇപ്പോൾ ഇത്രയും പേർ പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്നത് റിപ്പോർട്ടിൽ പരാമർശങ്ങളുള്ള മേഖലയാണല്ലോ. നമുക്ക് തുടക്കം സിനിമാ മേഖലയിൽ നിന്ന് തന്നെ ആകട്ടെ, എല്ലാ ഭാഗങ്ങളും അഗ്നിശുദ്ധി വരുത്തട്ടെ. അങ്ങനെന്താ സിനിമാ മേഖലയിൽ നിന്നും തുടങ്ങട്ടെ എന്ന് പറയുന്നത് നിങ്ങളെന്ത് അർത്ഥവശത പറയുന്നത്? സിനിമാ മേഖലയിൽ നിന്നും തുടങ്ങട്ടെ എന്ന് പറയുന്നത് സിനിമാ മേഖല എന്താ തുടങ്ങാനുള്ള ഒരു ഇതാണോ? ഈ ആരോപണങ്ങളൊക്കെ വന്നിരിക്കുന്നത് സിനിമാ മേഖലയിലാണല്ലോ ധർമ്മജൻ. ഈ ഇത്രയും പേർ പുറത്തു വന്നു നിന്ന് ഇങ്ങനെയുള്ള പേരെടുത്ത് പറയുന്നത് സിനിമാ മേഖലയിലാണല്ലോ, മറ്റു മേഖലകളിലല്ലോ. സിനിമാ മേഖലയിൽ നിന്ന് തുടങ്ങട്ടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. എന്താ, സിനിമാ മേഖലയാണോ ഏറ്റവും വലിയ അർത്ഥമുള്ള? അങ്ങനെ പറയരുത്. ഇതെല്ലാ മേഖലയിലും ഉണ്ട്. എല്ലാ മേഖലയിലും ഉണ്ടെങ്കിൽ നമുക്കത്, അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു തുടക്കമാകാം. പക്ഷേ സിനിമാ മേഖലയിലാണല്ലോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നാണല്ലോ ഇത്രയും പ്രതികരണങ്ങൾ. ഈ 6-7 ദിവസമായിട്ട് വരുന്ന പ്രതികരണങ്ങളൊക്കെ സിനിമാ മേഖലയിൽ നിന്നാണല്ലോ. മറ്റേതെങ്കിലും മേഖലകളിൽ നിന്ന് ഈ രീതിയിലുള്ള പ്രതികരണങ്ങൾ അങ്ങോട്ടേക്കും നടപടിയെടുക്കാം. പ്രശ്നം നിങ്ങൾ വേറൊരു മേഖല പിടിച്ചു നോക്കൂ, അവിടെ ഉണ്ടാവും പ്രശ്നം. ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിഖ് രാജിവെച്ചു. ആരോപണ വിധേയന, ആരോപണം കേട്ടോ, തെളിയിക്കപ്പെട്ടിട്ടില്ല. രാജിവെച്ചു അദ്ദേഹം. രാജിവെച്ച ഒരുപാട് പേരുണ്ട് കേരളത്തില്. ഒരുപാട് മുഖ്യമന്ത്രിമാര് വരെ രാജിവെച്ചിട്ടുണ്ട്. രാജിവെക്കാത്ത ആൾക്കാരുമുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ വെറുതെ കടന്നാക്രമിക്കുന്നത്? നമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് വീട് വെച്ചു കൊടുക്കുന്നതിനർത്ഥം ബാക്കി ആ മേഖലകളിലുള്ള സെക്ഷൽ അബ്യൂസ് അനുവദിക്കാമെന്നല്ലോ ധർമ്മജൻ. അതെന്ത് സംസാരമാണ് ധർമ്മജൻ? ഞങ്ങൾ കുറെ വീട് വെച്ചു കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നടക്കട്ടെ, ആക്രമിക്കരുതെന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറ്റും?